ശാരദാമ്മേ ചായ കിട്ടിയില്ല. അതാ കൊണ്ടുവരുന്നു. ഇവിടെ കുറച്ച് സാമ്പാർ ഒഴിക്കണേ. എനിക്കൊരു വർഷം പുട്ട് വേണേ. തരാം. ഷാരി, ചായ ഞാൻ എടുത്തോളാം. നീ ആ പുട്ട് ചോദിച്ചവർക്ക് കൊടുത്തേ. ആ ശാന്ത 2 ദിവസം പറഞ്ഞു പോയതാ. ആരോ ഹോസ്പിറ്റലിൽ കിടക്കുന്നെന്ന് പറഞ്ഞു പോയതല്ലേ? ആ കൂട്ട് നിന്നിട്ടൊക്കെ വരട്ടെ. ഇനിയും വന്നില്ലെങ്കിൽ കടയിൽ ഞാൻ വേറെ ആളെ വെക്കും. ശാരദാമ്മേ ചായ കിട്ടിയില്ല കേട്ടോ. ആ എടുക്കുന്ന വാസണ്ണാ. വിഷ്ണു കുഞ്ഞു വരുന്നുണ്ടല്ലോ. അതെ, കുറച്ച് സാമ്പാർ തരണേ. ഞാൻ ഒഴിച്ചു കൊടുത്തോളാം. ഇവിടെയല്ലേ സാമ്പാർ വെച്ച്? നീ ആർക്കെങ്കിലും സാമ്പാർ വേണോ? എനിക്ക് ഇവിടെ. ശങ്കരേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? അയ്യോ മോനെ, വിഷ്ണു അതൊന്നും വേണ്ട, ഇങ്ങനെ തന്നെ. അതൊന്നും വേണ്ട, അല്ല തിരക്കിലാണ് ഞാൻ. പിന്നെ ഷാരി, നീ ആ പുട്ട് ചോദിച്ചവർക്ക് കൊടുത്തേ. മോനെ മോനെ ഒരു കാര്യം ചോദിക്കട്ടെ. മോനെ, എന്റെ മനസ്സിൽ കിടന്ന് തിളച്ചു മറിയുന്നത് കൊണ്ട് ചോദിക്കുക. അന്ന് രാത്രി ആ കുഴിയിൽ നിന്ന് അത് എടുത്തു മാറ്റിയത് മോനായിരുന്നോ? ഇതുപോലത്തെ ജീപ്പിൽ വന്ന 2 പേരാ എടുത്ത് മാറ്റിയെന്നാണ് പോലീസുകാര് പറഞ്ഞത്. മോനെ, കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. ശരിക്കും എന്താ രാത്രി അവിടെ നടന്നത്? ഇല്ല, അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. ഞങ്ങൾ ആ രാത്രി അവിടെ പോയി എന്നുള്ളത് സത്യം തന്നെയാ. പക്ഷെ അവിടെ ഈ പറയുന്ന ബോഡിയൊന്നും ഉണ്ടായിരുന്നില്ല. അത് ഞങ്ങൾക്ക് മുന്നേ ആരെടുത്ത് മാറ്റിയിരുന്നു. അയ്യോ ഈശ്വര, അങ്ങനെയാണെങ്കിൽ അത് ആരായിരിക്കും മോനെ? ആരാണെങ്കിലും എല്ലാ സത്യങ്ങളും അറിയാവുന്ന ഒരാളാ. നിങ്ങൾക്ക് ഇങ്ങനെ വല്ലവരും കൊണ്ടുവരുന്നതും കഴിച്ച് ഈ മൊബൈൽ നോക്കി ഇരുന്നാ മതിയല്ലോ. മറ്റുള്ളവര് കുറ്റപ്പെടുത്തുന്നതും പറയുന്നൊന്നും കേൾക്കണ്ടല്ലോ. എടി എന്താ ഇപ്പൊ ഉണ്ടായേ? നമുക്ക് 2 പേർക്കും ജോലി ഇല്ലാത്തത് ഇവിടെ ഒരു പ്രശ്നമാണ്. ഒന്നുകിൽ എനിക്കൊരു ജോലി വേണം, അല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് താമസം മാറണം. ഇത് രണ്ടും എന്തായാലും പെട്ടെന്ന് നടക്കത്തില്ല. എനിക്ക് നല്ലൊരു ജോലി ഇല്ലാതെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയ നമ്മൾ എങ്ങനെ ജീവിക്കും? വാടകയ്ക്ക് പോയാൽ മാത്രം മതിയോ? വാടക കൊടുക്കാൻ പണം വേണ്ടേ? പിന്നെ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കണ്ടേ? പിന്നെ ഇതൊക്കെ ആവശ്യമുള്ളതല്ലേ? എല്ലാ കാലവും നമ്മളിങ്ങനെ കുഞ്ഞേച്ചിയുടെ ചെലവ് കഴിയാന്നാണോ വിചാരിച്ചിരിക്കുന്നത്? എടി, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വിസ വരും. അതുവരെ നമ്മളത് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോ അതുവരെ ഈ വീട്ടിലുള്ളവരുടെ ആട്ടുംതുപ്പ് സഹിച്ച് ഞാനിവിടെ കഴിയണമെന്നാണോ രോഹിത് പറയുന്നത്? സത്യാമ്മ ഇപ്പൊ മൂത്ത മരുമോൾക്ക് ബിരിയാണി വെച്ചോണ്ട് കളക്ടറേറ്റിലേക്ക് പോയിരിക്കുക. ഇതൊക്കെ ആരെ കാണിക്കാനാ? ഈ എന്നെ കാണിക്കാനോ? എനിക്കാണെങ്കിൽ ഇപ്പൊ അസൂയും കുശുമ്പും കൂടുതലാണെന്ന് പുതിയ കണ്ടുപിടുത്ത നിങ്ങളുടെ സത്യാമ്മയുടെ. അവരിപ്പോ മൂത്ത മരുമോളെ തലേ ചുമന്നോണ്ട് നടക്കല്ലേ? നടക്കട്ടെ, എത്ര നാള് നടക്കുമെന്നറിയാലോ. രോഹിത്തെ, എനിക്കിവിടെ നിക്കാൻ വയ്യ. രോഹിത്തിന് എന്റെ ഒപ്പം വരാൻ പറ്റൂല്ലയോ? ഗൾഫിൽ പോകുന്നവരെ നമുക്ക് എന്റെ വീട്ടിൽ പോയി നിക്കാം. എടി, അപ്പോഴും നിന്റെ ഇവിടുത്തെ അവസ്ഥയാവില്ലേ എനിക്കവിടെ? എടി, നിന്റെ അമ്മയൊന്നും പറയില്ലായിരിക്കും, പക്ഷെ നിന്റെ അച്ഛൻ പറയുന്ന മുഴുവൻ ഞാൻ കേട്ടോണ്ട് നിൽക്കണ്ടേ? നീ എനിക്ക് കുറച്ച് സമാധാനം താ. രോഹിതേ, എനിക്ക് ഇങ്ങനെ നാണം കെട്ടി ഇവിടെ നിക്കാൻ വയ്യ. അതാവുമ്പോ സ്വന്തം വീടെങ്കിലും അല്ലേ. എന്തായാലും ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാ. രോഹിത് എന്റെ കൂടെ വരുന്നോ ഇല്ലയോ? ഞാൻ വരുന്നില്ല. പിന്നെ
ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങുകയാണെങ്കിൽ എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ചിട്ട് ഇറങ്ങിക്കോണം. ഒരു തിരിച്ചുവരവ് ഇങ്ങോട്ട് ഉണ്ടാവരുതെന്ന്. പിന്നെ ഞാൻ എന്റെ മോളെയും കൊണ്ടുപോകും. കൊണ്ടുപോയിക്കോ. ശാലിനിക്കും വിഷ്ണുപ്രഭയ്ക്കും അവരുടെ മകളെ തിരിച്ച് ഇവിടേക്ക് കൊണ്ടുവരാൻ വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല. എടീ, ഒടുവിൽ നീ ഒറ്റപ്പെടും. ജീവിതകാലം മുഴുവൻ ഹോട്ടൽ പണിയും ചെയ്ത് ഒറ്റയ്ക്ക് സ്വന്തം വീട്ടിൽ നിൽക്കേണ്ടി വരും. അങ്ങനെ ഒരു ജീവിതം നീ ആഗ്രഹിക്കുന്നെങ്കിൽ എന്തിനാ മടിച്ചിരിക്കുന്നേ? ചെല്ല്, പോയി സ്വസ്ഥത കിട്ടുന്ന സ്ഥലമുണ്ടെങ്കിൽ അങ്ങോട്ട് പോയി ജീവിക്കുക. എന്റെ ശ്യാമേ, ഇതുപോലെ വാശി പുറത്ത് പോകാനും വരാനും ഒക്കെ സാധിക്കും, അതിനുള്ള കഴിവുള്ളവർക്ക്. പക്ഷെ എടി, നമ്മളെ പോലുള്ളവർ പോയാലും വന്നാലും നിന്നാലും ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എടി. കാരണം നമ്മുടെ കയ്യിൽ അതിനുള്ള പാങ്ങില്ല എടി. തൊട്ട് എങ്ങനെയുണ്ട് പ്രവർത്തനങ്ങൾ? ഉഷാറായിട്ട് നടക്കുന്നില്ലേ? ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തത് അതിദാരിദ്ര്യാവസ്ഥയിലുള്ള അമ്മമാർക്കുള്ള എംബ്രോയിഡറി പരിശീലനമാണ്. ഒരുപാട് പേര് പങ്കെടുത്തിരുന്നു മാഡം. മാഡം പറഞ്ഞ തയ്യൽ ക്ലാസ് സംഘടിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് ഞങ്ങള്. ഒരു 10 തയ്യൽ മെഷീനുള്ള ഫണ്ട് ഞാൻ റെഡിയാക്കി തരാം. നിങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെ സ്വന്തമായി അധ്വാനിച്ച് ജീവിക്കുന്ന അമ്മമാർ ഇവിടെ ഉണ്ടാവണം. എല്ലാവരും എന്തെങ്കിലും ഒരു കൈത്തൊഴിൽ അറിഞ്ഞിരിക്കട്ടെ. എല്ലാ കുടുംബങ്ങളിലും വഴക്കുണ്ടാവുന്നതിന്റെ പ്രധാന കാരണം തന്നെ ഭർത്താവിന്റെ പണം കൊണ്ട് മാത്രം കുടുംബ ചെലവുകൾ നടത്തുകയും അതിൽ പോരായ്മ വരികയും അതെങ്ങും എത്താതെ വരികയും ചെയ്യുമ്പോ ആ വീട്ടില് വാക്ക് തർക്കങ്ങളും ബഹളങ്ങളും ഉണ്ടാവും. എന്നാ ഭാര്യയും കൂടി എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്ത് വരുമാനം ഉണ്ടാക്കുകയാണെങ്കിൽ ആ വഴക്ക് അവിടെ മാറിക്കിട്ടും. വീട്ടിലേക്കുള്ള വരുമാനക്കുറവ് തന്നെയാണ് കുടുംബ വഴക്കിനുള്ള പ്രധാന കാരണവും. നിങ്ങളുടെ പ്രവർത്തനത്തിലൂടെ അതൊരു പരിധിവരെ പരിഹരിക്കാനാവും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. സ്വപ്രയത്നം കൊണ്ട് പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നേറി വിജയം കൈവരിച്ച സ്ത്രീ എന്ന നിലയിൽ ഈ വർഷത്തെ ഞങ്ങളുടെ സ്ത്രീശക്തി പുരസ്കാരം മാഡത്തിന് തരാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്.